ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് എന്നെയും എൻ കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ என்னென்னா ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിലായിപ്പോയി. ഇതൊരു തൊഴിലാണ്, ഇതൊരു ജാബാണ്. ஒரு செலிப்ரிட்டியை ஒரு பேர் எடுத்துட்டு ரொம்ப டிஸ்டர்பிங் ஆனது. என் ஒய்ஃபை வந்து கோகிலாவை எடிவாடினൊക്കെ വിളിക്കുന്നു. ഇത് എവിടത്തെ സംസ്കാരം ഇത്? நான் ஃபாதர், இவர் டாக்டர்ன்றா. நாங்கள் ஹஸ்பண்ட் ஒய்ஃபை எங்கே சகிக்கும்? இதுக்கு ஒரு ஃபுல் ஸ்டாப் வேண்டே. இது வந்து ஒரு சீரீஸ் மாதிரி போகுதுப்பா, வெப் சீரீஸ் இல்லை, எபிசோடா. நான் யாரை குறித்து പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എങ്ങനെ ഇവിടെ ഇത്ര ചാനൽ ഇവിടെ ഉണ്ട്. മനസ്സ് നൊന്ത് പോയി, മനസ്സ് വേദനയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുമോ ഒരു സ്ത്രീയെ? ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻ്റ്, എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത്, ഓപ്പറേഷൻ ടൈമിലാണ് വന്നത്. അതിന് മുമ്പ് എവിടെയായിരുന്നു? അത് ആർക്കും അറിയില്ല. എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. എന്തൊക്കെ ഹറാസ്മെൻറ്റ്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഏൻ വന്ന് പറയണം ഇത്രയും നാൾ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ലേ? ശരി, ഞാനൊരു ചോദ്യം എല്ലാവരിടത്തും ചോദിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, உங்களோட ஹஸ்பண்ட் எവിടെன்னு പറഞ്ഞ് ചോദിച്ചത് ഒരു ഡോക്ടർ. അപ്പോൾ அதுக்கு മറുപടി എന്താ പറഞ്ഞിരുന്നത്? അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 3 ആഴ്ച പറഞ്ഞിരുന്നു. എൻ്റെ അറിവിൽ 2 ആഴ്ച. അപ്പോൾ ஒரு பெண்ணு, இவர் டாக்டர், அந்த பையன் ஒரு மலையாளி டாக்டர். ஓகே, 2 പേർ പ്രൊഫഷണൽ. ഒരു ഡോക്ടറും ആക്ടറും പിരിഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറയാം. 2 പേരും ഡോക്ടേഴ്സ്. എന്തുകൊണ്ട് 2 ആഴ്ചയിൽ സെപ്പറേറ്റ് ആയത്? അപ്പോൾ ഒരു ചോദ്യം വരുന്നില്ല, ജസ്റ്റിസ് ഫോർ എലിസബത്തിன்றீங்களே, ജസ്റ്റിസ് ഫോർ മേൽ ഡോക്ടർ ഞാൻ சொன்னால் എത്ര പേർ അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്തായെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒരു ഡൈവേഴ്സ് കേസിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമോ? ഓരോരുത്തരുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടംപ്പാ. ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ பார்த்து ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ആയ ശേഷം கல்யாண ജീവിതത്തിൽ இப்போ தான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃபு கொச்சி விட்டு வைக்கத்தில் போயிருக்கேன். இந்த டைமில் நான் என்னென்ன பண்ணிட்டேன்னா, ரேப் பண்ணிட்டேன். என்னோடய சேரிட்டி ஒர்க்கு சத்தியமாக சொல்கிறேன், இந்த மாதம் 21ஆம் ஒரு பெண் குழந்தைக்கு ஹார்ட் ஆப்ரேஷன் கோட்டயம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன். இல்லைன்னு പറയാൻ പറ്റുമോ? இல்லைன்னு പറയുന്ന ஒருத்தன் போய் അവിടെ ചോദിക്ക്. இல்லைனா வந்து സംശയം உണ്ടെങ്കിൽ என் வீட்டுக்கு வா, வைக்கத்தில் நான் பில்லு காட்டுறேன். என் சொந்த காசில் நான் கொடுத்துருக்கேன். இப்போ இது என்ன ஃப்ராட் தரமா? சேரிட்டி ஃப்ராடா? நான் இப்போ குழல் பண்ண அடிக்கிறேன்னா? இதெல்லாம் பச்சை போய் எத்தனை அலிகேஷன்ஸ். മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല. മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു, ആരെ വേണാൽ കൊല്ലാം, ബാങ്കിൽ പൈസ ഇരുന്നാൽ മതിന് എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു.